വാർത്തകൾ വിശദമായി. റായ്പൂർ ഏകദിനത്തിൽ വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി. ഋതുരാജ് കെയ്ഗ്വാദും സെഞ്ചുറി നേടി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് മികച്ച നിലയിലാണ് സെഞ്ചുറി നേടിയിരിക്കുന്നത്. വിവരങ്ങളുമായി റാസിൻ അൻവർ ചേരുന്നു. റാസി, റായ്പൂർ ഏകദിനത്തിലാണ് വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി നേടിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള 2 മത്സരങ്ങൾ അടങ്ങിയിട്ടുള്ള ഏകദിന പരമ്പരയിലെ 2ാം മത്സരം പുരോഗമിക്കുകയാണ്. മത്സരം പുരോഗമിക്കുമ്പോൾ ഇന്ത്യ മികച്ച നിലയിലാണ് എന്ന് തന്നെ വേണം പറയാൻ. ഇന്ത്യക്കായി 2 താരങ്ങൾ സെഞ്ചുറി നേടി. ഋതുരാജ് ഗെയ്ക്വാദ് തൻ്റെ കന്നി സെഞ്ചുറി സ്വന്തമാക്കി. അതേപോലെ തന്നെ വിരാട് കോഹ്ലിയും സെഞ്ചുറി സ്വന്തമാക്കി. മത്സരത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് വിരാട് കോഹ്ലിയുടെ പ്രകടനമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വിരാട് കോഹ്ലി തുടർച്ചയായി 2ാം മത്സരത്തിലാണ് വിരാട് കോഹ്ലി സെഞ്ചുറി നേടുന്നത്. തൻ്റെ ഏകദിന കരിയറിലെ 53ാമത് സെഞ്ചുറിയാണ് ഇത്. ഇന്ത്യൻ ക്രിക്കറ്റ് അല്ലെങ്കിൽ വേൾഡ് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി ഏകദിനത്തിൽ നേടിയ കളിക്കാരനാണ് വിരാട് കോഹ്ലി. രണ്ടാമതായി 49 സെഞ്ചുറിയുമായി സച്ചിൻ തെണ്ടുൽക്കറാണുള്ളത്. ഇനി ഈ മത്സരത്തെ വെറും ഒരു മത്സരമായി കാണാൻ സാധിക്കില്ല എന്ന് വേണം പറയാൻ. കാരണം ഇതൊരു മെസ്സേജാണ്, ഒരു ക്ലിയർ മെസ്സേജാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് എന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം, ഈ നിലവിൽ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ, മുതിർന്ന ക്രിക്കറ്റ് ടീം അംഗങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ BCCI അംഗമായിട്ടുള്ള അജിത് അഗാർക്കറും കോച്ച് ഗംഭീറുമായി ഡഗ് ഔട്ടിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായതാണ്. ഗംഭീർ കോച്ചായതിനു ശേഷം നിരവധി മാറ്റങ്ങൾ ഗംഭീർ കൊണ്ടുവന്നിരുന്നു. ആദ്യമായി കപ്പിൾസ്, അതായത് തങ്ങളുടെ പങ്കാളികളെ മത്സരത്തിന് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നതായിരുന്നു ഗംഭീറിൻ്റെ ആദ്യത്തെ ഒരു നിർദ്ദേശം. പിന്നീട് വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയും പുകച്ച് പുറത്തു ചാടിക്കുക എന്ന തരത്തിൽ ഒരു പ്ലാൻ ഗംഭീറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പോലെയുള്ള താരങ്ങൾ ടീമിൽ തുടരണമെങ്കിൽ ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുക്കണം എന്ന ഒരു ആവശ്യം ഗംഭീർ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന് പിന്നാലെ വിജയ് ഹസാരെ ടൂർണമെൻറ്റിൽ ഇരുവരും പങ്കെടുക്കണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. എങ്കിൽ മാത്രമേ അവർക്ക് ടീമിൽ തുടരാൻ സാധിക്കൂ എന്നായിരുന്നു BCCIയുടെ നിർദ്ദേശം. അപ്പോൾ ഇതിന് തുടർച്ചയായി ഇന്ത്യൻ ടീം സ്ക്വാഡിനുള്ളിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മത്സര വിജയത്തിൻ്റെ സെലിബ്രേഷനിൽ പങ്കെടുക്കാതെ വിരാട് കോഹ്ലി പോയിരുന്നു. ഇനി വിരാട് കോഹ്ലിയുടെ സെലിബ്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 53 സെഞ്ചുറി നേടിയ കളിക്കാരൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലായിരുന്നു സെലിബ്രേഷൻ. കഴിഞ്ഞ മത്സരത്തിൽ ഹാഫ് സെഞ്ചുറി രോഹിത് ശർമ്മ നേടിയപ്പോൾ ഡഗ് ഔട്ടിന് നേരെ നോക്കിയായിരുന്നു വിരാട് കോഹ്ലിയുടെ പ്രകടനം. ഈ കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറിക്ക് ശേഷം ഈ മത്സരത്തിലെ സെഞ്ചുറിക്ക് ശേഷം വിരാട് കോഹ്ലിയുടെ സെലിബ്രേഷൻ ഡഗ് ഔട്ടിലേക്ക് നോക്കി തന്നെയായിരുന്നു. ഇതൊരു ക്ലിയർ മെസ്സേജാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ്. ഇത് ഗംഭീറിനും അഗാർക്കർക്കും നേരെയുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് തന്നെ വേണം കായിക പ്രേമികൾ പറയാൻ. അരുണിമ, ശരി, വ്യക്തമാണ്. റായ്പൂർ ഏകദിനത്തിൽ വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി നേടിയിരിക്കുന്നു. 53ാം സെഞ്ചുറിയാണ് കോഹ്ലി നേടിയെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റാസിൻ അൻവർ.